ഉണ്ട്. അത് ആര് സംസാരിച്ചാലും വചനം സജീവമാണ്, ആ വചനത്തിന് ജീവനുള്ളതാണ്. അപ്പോൾ ഈ 2026 നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് അവിടുത്തെ വചനത്തിലൂടെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ കാക്കവയലിലെ പ്രദേശത്ത് ഞങ്ങളെ ശ്രവിക്കുന്ന ഓരോരുത്തരോടും ദൈവം അരുളി ചെയ്യുകയാണ്. എന്താണ് ആ വചനം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വചനമാണത്. അതെന്താണ് പറയുന്നത്? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുവാൻ, അതോടൊപ്പം ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും എന്ന വചനമാണ്. എന്താണ് ഇത് പറയാൻ കാരണം? മനുഷ്യരെല്ലാവരും എന്തിനോ വേണ്ടി ഓടുന്നവരാണ്, എന്തൊക്കെയോ തേടുന്നവരാണ് നാം എല്ലാ മനുഷ്യരും. എന്നാൽ ഇവിടെ ഈ വചനം അനുവർത്തിച്ചാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുകയും അതോടൊപ്പം ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് പറയുകയാണ്. ബാക്കിയെല്ലാം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ലഭ്യമാകുന്ന ഏക വചനമാണ് വിശുദ്ധ ബൈബിളിലെ ഇത്. ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾക്കെല്ലാം നൽകും. അപ്പോഴോ ഏതാണ് ദൈവരാജ്യമെന്നും ഏതാണ് അവിടുത്തെ നീതി എന്നും തിരിച്ചറിയണം. എന്നാലേ നമുക്കത് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഏതാണ് അവിടുത്തെ രാജ്യം? യോഹന്നാന്റെ സുവിശേഷം 18:36 അവിടുന്ന് കർത്താവ് പറഞ്ഞു, എന്റെ രാജ്യം ഈ കാണുന്ന ഐഹികമല്ല. അതായത് ഈ ലോകത്തിന്റെ അധികാരത്തിനോ സമ്പത്ത്, ഭൗതിക നേട്ടങ്ങള്, പേര്, കീർത്തി, പ്രശംസി, മറ്റുള്ളവരാലുള്ള ബഹുമതി, അംഗീകാരം, ഇതൊന്നും ദൈവരാജ്യത്തിന്റെ പരിധിയിൽ പെടുന്നവേ അല്ല. പിന്നെ ഏതാണ് ദൈവരാജ്യം? റോമർ 14:17 അടിവരയിട്ട് പറയുന്നുണ്ട് എന്താണ് ദൈവരാജ്യമെന്നോ. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പോൾ ദൈവത്തിന്റെ നീതിയാണ്, 3 ഘടകമാണ് ദൈവരാജ്യത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഒന്നാമത്തേത് ഏതാണ്? നീതിയാ. ദൈവത്തിന്റെ നീതി ഏതാണ് എന്ന് നമ്മൾ വ്യക്തമാക്കണം, അറിയണം. എന്നാലേ നമുക്ക് ആ നീതിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഏതാണ് ദൈവത്തിന്റെ നീതി? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. എന്താണത്? അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നതാണ് ദൈവത്തിന്റെ നീതി. അതാണ് ദൈവത്തിന്റെ നീതി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാക്കവയലിൽ പരസ്യവേദിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നത്. കാക്കവയലിലുള്ള പ്രിയപ്പെട്ട ക്രൈസ്തവരായ സഹോദരങ്ങളെല്ലാം ഇന്ന് ദേവാലയത്തിൽ പോയി വചനങ്ങൾ കുർബാനയിൽ